ഇന്നലെ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ എല്ലാവരെയും ഞെട്ടിച്ചൊരു വാർത്ത നമ്മുടെ എല്ലാവരുടെയും പ്രിയ താരപുത്രി കൃഷ്ണകുമാറിൻ്റെ വീട്ടിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ട താരം ഹൻസികയുടെ മാപ്പ് തന്നെയാണ്. കുറച്ച് നാളുകൾക്ക് മുൻപ് ഹൻസികയുടെ ഒരു ലീക്ഡ് വീഡിയോ, ശരിക്കും പറഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി അതിനകത്ത് പങ്കുവച്ചൊരു വീഡിയോ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ചിലർ പുറത്ത് പ്രചരിപ്പിച്ചിരുന്നു. മോശമായ രീതിയിലായിരുന്നു ഇത് ഹൻസികയെ വല്ലാത്ത രീതിയിൽ ബാധിപ്പിച്ചത്. ഇപ്പോൾ ഇതാ അതിനുശേഷം കുറേയധികം നാളുകൾ കഴിഞ്ഞ് അത് ഓവർകം ചെയ്ത് ഇപ്പോൾ അതിനെക്കുറിച്ച് മാപ്പ് പറഞ്ഞെത്തിയിരിക്കുകയാണ് താരം. അങ്ങനെ എല്ലാവരും പബ്ലിക്കലി വന്ന് മാപ്പ് പറയണമെന്ന് യാതൊരു നിർബന്ധവുമില്ല, അല്ലെങ്കിൽ അങ്ങനെ പബ്ലിക്കലി മാപ്പ് പറയുന്നത് എല്ലാവർക്കും സാധിക്കുന്ന ഒന്നല്ല എന്നതാണ് സത്യം. എന്നാൽ താൻ ചെയ്തത് തെറ്റാണ് എന്ന് തനിക്ക് മനസ്സിലായി ആ നിമിഷം തന്നെ, എങ്കിൽ അതിൽ നിന്നും താൻ പുറത്തു വരാനാണ് ഇത്രയും സമയം എടുത്തത് എന്നുകൂടി ഹൻസിക പറയുന്നതിലൂടെ ഹൻസികയുടെ നിരപരാധിത്വം എല്ലാവർക്കും മനസ്സിലാവുകയാണ്. ആ വീഡിയോ പങ്കുവച്ച 5-ാമത്തെ നിമിഷം തന്നെ അത് പങ്കുവെക്കേണ്ട എന്നെനിക്ക് തോന്നിയിരുന്നു. അതിൻ്റെ 6-ാമത്തെ നിമിഷം ഞാനത് ഡിലീറ്റ് ചെയ്തിരുന്നു. എന്നാൽ അതിനിടയ്ക്ക് തന്നെ ആരോ ഇത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് അത് പങ്കുവെക്കുകയും പുറത്താക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൂടെ ഞാൻ നേരിട്ടത് കടുത്ത രീതിയിലെ മാനസിക പീഡനങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞേ മതിയാകൂ. പിന്നെ എല്ലാവരും പറഞ്ഞത് ഈ വീഡിയോ ഇട്ട് സബ്സ്ക്രിപ്ഷൻ കൂടുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ ഞാൻ സബ്സ്ക്രിപ്ഷൻ്റെ പൈസ കൂട്ടി എന്നതാണ്. അങ്ങനെ പൈസ കൂട്ടിക്കഴിഞ്ഞാൽ പലരും ഇവിടെ നിൽക്കില്ല, പലരും ഇതിൽ നിന്ന് ഇറങ്ങിപ്പോകുമെന്നും ഇത്തരം മോശമായി പ്രചരിപ്പിക്കുന്നവർ ഒരിക്കലും അതിൽ നിൽക്കില്ല എന്നും സ്നേഹമുള്ളവർ മാത്രമേ നിൽക്കൂ എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനത് ചെയ്തത്. അതെന്നെ വിശ്വസിക്കണമെന്ന് ഞാൻ ആരോടും പറയുന്നില്ല. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളെന്നെ വിശ്വസിച്ച് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. അങ്ങനെ ചെയ്താൽ മാത്രമേ ഇത് മുന്നോട്ട് പോകൂ എന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിച്ചേ മതിയാകൂ. എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് ഞാൻ സമ്മതിക്കുന്നു. ആ വീഡിയോ ഇട്ട് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അത് ഇടേണ്ടിയിരുന്നില്ല എന്നെനിക്ക് റിഗ്രറ്റ് അടിച്ചു. എൻ്റെ അച്ഛനെയും അമ്മയെയും സഹോദരിമാരെയും പോലും മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലേക്ക് ഇത് പോയിട്ടുണ്ടായിരുന്നു. ഞാനൊരൊറ്റൊരാൾ കാരണം കുടുംബം മുഴുവൻ വേദനയിലായി. അത് കഴിഞ്ഞ് 3 ദിവസത്തിന് ശേഷമാണ് എൻ്റെ സഹോദരി 7 നാൾ കാത്തിരുന്ന അവളുടെ സ്വപ്നം സബലീകരിച്ച് പൂക്കൾ പുറത്തിറക്കിയത്. അതിൽ പോലും എൻ്റെ മുഖമുള്ളത് കൊണ്ടും ഞാനതിൽ അഭിനയിച്ചത് കൊണ്ടും അതൊരു നെഗറ്റീവായി മാറുമോ എന്ന് പോലും ഞാൻ ചിന്തിച്ച് വിഷമിച്ചിരുന്നു. പക്ഷേ അതിൽ കുറേയധികം നെഗറ്റീവ് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നുവെങ്കിലും അത് ആ വീഡിയോനെ ഒന്നും ബാധിച്ചില്ല. അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അതിലെനിക്ക് സന്തോഷമുണ്ട്. ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. എന്നാൽ എന്നെ ഡിഫെൻഡ് ചെയ്തു നിന്നവരും എന്നെ ആരാധിക്കുന്നവർക്കുമൊക്കെ ഞാനിതിനൊരു മറുപടി നൽകണമല്ലോ. അതാണ് എൻ്റെ ഉദ്ദേശവും. അതിനുവേണ്ടിയാണ് ഞാനിത് ചെയ്തതുമൊക്കെ. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇത് സമ്മതിക്കുന്നുണ്ട്. ഹൻസികയ്ക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയത് ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. അതിൽ വിഷമിക്കേണ്ട കാര്യമില്ല. ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു വാർത്തയായി തന്നെ ഇത് വരുമെന്ന് നമുക്കറിയാമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഹൻസികയ്ക്ക് തെറ്റ് പറ്റി എന്ന് പറഞ്ഞ് സമ്മതിച്ച് ഇതിനെക്കുറിച്ച് സമ്മതിക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യമാണ്. നിൻ്റെ പ്രായത്തിലുള്ള മക്കൾ എനിക്കുമുണ്ട്, അതേ പ്രായത്തിലൊരു മകൾ എനിക്കുമുണ്ട്. അവൾ ഇതുപോലൊരു അബദ്ധം കാണിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ മാപ്പ് പറയുമോ എന്നൊന്നും അറിയില്ല. പക്ഷെ നീ പുറത്തു വന്ന് മാപ്പ് പറഞ്ഞു, അതിനെ നിന്നെ സമ്മതിക്കണം. ആ കരുത്തിനെയും ആ മനസ്സിനെ ഞങ്ങൾ സമ്മതിച്ചേ മതിയാകൂ. എന്നാൽ ഇതിൻ്റെ താഴെ എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് ദിയയും അഹാനയും നിമിഷ് രവിയും ഇഷാനിയും അശ്വിനും സിന്ധുവുമൊക്കെ കമൻറ്റ് ചെയ്തെത്തിയത് തന്നെയാണ് തരംഗമായി മാറുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.